ഡിജിറ്റൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാക്ടറിന്റെ പിവറ്റ് ആക്സിൽ മൗണ്ടിങ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് പിവറ്റ് ആക്സിൽ മൗണ്ടിങ്. ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിന് നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ന്യൂ പാർട്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് 2D സ്കെച്ച് ക്രിയേറ്റ് ചെയ്യണം. അതിന് നമുക്ക് ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്യാം. ഫ്രണ്ട് പ്ലെയിൻ, നോർമൽ ടു സ്കെച്ച്, എന്നിട്ട് സർക്കിൾ സെലക്ട് ചെയ്യാം. സെൻറ്റർ ഡ്രോയിങ് വരയ്ക്കാം. അഗൈൻ സെൻറ്റർ ലൈൻ വരയ്ക്കാം. സെൻറ്റർ പോയിന്റിൽ നിന്ന് സം ഡിസ്റ്റൻസ് സെലക്ട്. അഗൈൻ സർക്കിൾ. ഓക്കെ, സ്മാർട്ട് ഡയമെൻഷൻ. ഔട്ടർ ഡയമീറ്റർ 400 mm, inner diameter 360 mm. Outer diameter 60 mm, inner dia 40 mm. ഓക്കെ, ഇതിന്റെ സെൻട്രൽ ലൈനിന്റെ ഡിസ്റ്റൻസ് ഈ ലൈൻ വേണ്ട, നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം. സ്മാർട്ട് ഡയമെൻഷനിൽ സെൻറ്റർ പോയിന്റ് തൊട്ടിട്ട് ഈ ലൈൻ വരെ 240 mm, ഈ ലൈൻ തൊട്ടിട്ട് സെൻറ്റർ പോയിന്റ് ഈ പോയിന്റ് വരെ 40 mm. ഓക്കെ, ഇനി നമുക്ക് ലൈൻ ചൂസ് ചെയ്യാം. ടാൻജന്റ് ലൈൻ. ഓക്കെ, അഗൈൻ ലൈൻ, ടാൻജന്റ്. ഓക്കെ, trim entity. Okay, fully constrained ആയിട്ടുള്ള ഡ്രോയിങ് ആയിട്ടുണ്ട്. നേരെ ഫീച്ചേഴ്സിൽ പോവാം. എക്സ്ട്രൂഡ് മിഡ് പ്ലെയിനിൽ 330 mm, ബ്ലൈൻഡ് മാറ്റിയിട്ട് മിഡ് പ്ലെയിൻ. ഓക്കെ, ഇനി നമുക്ക് ടോപ്പ് ലൈൻ സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്, നോർമൽ ടു സ്കെച്ച്. ലൈൻ ചൂസ് ചെയ്യാം. സെൻറ്റർ ലൈൻ, മിഡ് പ്ലെയിൻ നിന്ന് സം ഡിസ്റ്റൻസ് സെലക്ട്. അഗൈൻ ലൈൻ ചൂസ് ചെയ്യാം. ഓക്കെ, ഓക്കെ, നമുക്കൊരു ആർക്ക് ക്രിയേറ്റ് ചെയ്യണം. ക്ലോസ് ചെയ്യാം. സെലക്ട്. ഓക്കെ, സ്മാർട്ട് ഡയമെൻഷൻ 40 mm. ഈ ലൈൻ ടോട്ടൽ 110 mm, 110 mm. ഇതിന്റെ മിഡ് പോയിന്റും സെൻട്രൽ ലൈനിന്റെ മിഡ് പോയിന്റും കോസെൻട്രിക്. ഇനി നമുക്ക് ട്രിം ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് ക്യാൻസൽ ആക്കാം. സ്മാർട്ട് ഡയമെൻഷൻ
35. Okay. Again circle point 30 mm diameter. Smart dimension 30. Okay. Fully considered drawing ആയിട്ടുണ്ട്. Okay. Features പോവാം. Extrude നമുക്ക് ചേഞ്ച് ചെയ്യാനുണ്ട്. സ്കെച്ച് പ്ലാനിട്ട് ഓഫ്സെറ്റ് മാറ്റാം. ഓഫ്സെറ്റിൽ 40 mm. ഓക്കെ. ബ്ലൈൻഡിൽ 60 mm. ഓക്കെ. ഡ്രോയിങ് വന്നിട്ടുണ്ട്. നേരെ നമുക്ക് റൈറ്റ് പ്ലെയിൻ സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച് 2 point rectangle. 2 point rectangle എടുക്കാം. സ്മാർട്ട് ഡയമെൻഷൻ width 30 mm. ഈ ലൈൻ തൊട്ടിട്ട് ഈ ലൈനിന്റെ ഡിസ്റ്റൻസ് 15 mm. ഓക്കെ കൊടുക്കാം. നേരെ ഫീച്ചേഴ്സ് എക്സ്ട്രൂഡ് കട്ടില് മിഡ് പ്ലെയിൻ ആക്കാം. ത്രൂ ആൾ. ഓക്കെ. കട്ടിങ് ആയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ റൈറ്റ് പ്ലെയിൻ നോർമൽ ടു സ്കെച്ച്. അഗൈൻ കോർണർ റെക്ടാങ്കിൾ. സ്മാർട്ട് ഡയമെൻഷൻ ഈ ലൈൻ തൊട്ട് ഈ ലൈൻ വരെ 60 mm. ഈ ലൈൻ തൊട്ടിട്ട് ഈ ലൈൻ വരെ അഗൈൻ 60 mm. ഈ ലൈനും 5 mm സ്പ്ലിറ്റ്. ഓക്കെ. ഓക്കെ. ഫീച്ചേഴ്സിൽ പോവാം. എക്സ്ട്രൂഡ് കട്ട് ബ്ലൈൻഡ് മാറിയിട്ട് മിഡ് പ്ലെയിൻ ത്രൂ ആൾ. ഓക്കെ. കട്ടിങ് സെപ്പറേറ്റ് ഉണ്ട്. ഇനി നമുക്ക് ചാംഫർ 4 mm 45 ഡിഗ്രി. ഓക്കെ. രണ്ട് ലൈനിൽ. ഓക്കെ. ഫില്ലറ്റ് 8 mm. രണ്ട് കോർണറിൽ. ഓക്കെ. ഓക്കെ കൊടുക്കും. ഇനി നമുക്ക് ഫേസിൽ സെലക്ട് ചെയ്യണം. ഫില്ലറ്റ് 8 mm. ഈ ഫേസിലും അതുപോലെ തന്നെ ഈ ഫേസിലും. ഓക്കെ കൊടുക്കാം. കറക്റ്റ് ചാംഫർ ഫില്ലറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പിവറ്റ് ആക്സിൽ മൗണ്ടിങ്. ഇതിൽ നമുക്ക് ഫുൾ ബോഡി സെലക്ട് ചെയ്യാം. അപ്പിയറൻസിൽ മെറ്റൽ പോളിസ്റ്റീൽ ക്രോമിയം പ്ലേറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ